ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയശങ്കർ പറഞ്ഞ് ചിന്നു ACP ഓഫീസിലേക്ക് എത്തുകയാണ്. വിജയശങ്കറിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ചിന്നുവിന്റെ കൂടെ അർച്ചനയും വരുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും ACPയെ കാണാനായി പോവുകയാണ്. ACP ആണെങ്കിൽ ചിന്നുവിനോട് പരാതിയെല്ലാം വായിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം നടന്നതാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ചിന്നും അർച്ചനയും ചോദിക്കുന്നുണ്ട്, എന്ത് നടന്നു എന്നാണ്, ഞങ്ങൾക്ക് ഇത് എന്താണ് പരാതി എന്ന് പോലും അറിയില്ല, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ACP പറയുന്നുണ്ട്, മോളെ ഒരാൾ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയോ, അവള് മോളെ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചിന്നുവിനോട്. എന്നാൽ വിജയശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, പരാതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ് മാഡം, എന്റെ മോളെ അയാൾ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണ്, അയാൾക്ക് മറ്റെന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്നൊക്കെ വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചനയും ചിന്നുവും സത്യാവസ്ഥ എന്താണെന്ന് ACPയോട് പറയുകയാണ്. അദ്ദേഹമാണ് എന്റെ മോളെ രക്ഷിച്ചതെന്നും ഞങ്ങൾ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറല്ലെന്നും പറഞ്ഞ് അർച്ചനയെ ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് ACP ഓഫീസിൽ നിന്നും പോവുകയാണ്. വീണ്ടും അർച്ചനയുടെ മുന്നിൽ വിജയശങ്കർ നാണം കെടുകയാണ്. AKക്ക് പണി കൊടുക്കാൻ കിട്ടിയ അവസരം വിജയശങ്കറിന് അങ്ങനെ നഷ്ടപ്പെടുകയാണ്. ACP ഓഫീസിൽ നിന്ന് ഇറങ്ങിയ അർച്ചനയും ചിന്നു നേരെ പോയി ഒരു കടയിൽ കയറി ജ്യൂസ് കുടിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ട് ചിന്നു JKയെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചനയോട് ഷെയർ ചെയ്യുകയാണ്. അമ്മേ, ആ അങ്കിളിന് എന്നെ പോലൊരു മകളുണ്ടായിരുന്നു, ആ മകള് കുഞ്ഞിലെ മരിച്ചുപോയി, എന്നെ ആ അങ്കിള് സ്വന്തം മോളെ പോലെയാണ് കണ്ടതെന്നൊക്കെ ചിന്നു അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അർച്ചനയും ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അർച്ചനയും ചിന്നും കൂടി വീണ്ടും JKയെ കണ്ട് നന്ദി പറയാനായി ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഹോട്ടലിലെത്തി വീണ്ടും റിസപ്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ സാധാരണ കാണുന്ന ആ സ്റ്റാഫിന് പകരം ഇന്ന് പുതിയൊരു പെൺകുട്ടിയെയാണ് അവിടെ കാണുന്നത്. അർച്ചന ആ പെൺകുട്ടിയോട് JKയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു വിവരവും കിട്ടുന്നില്ല. ലേഡി സ്റ്റാഫ് ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രം അർച്ചനയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചിന്നുവും അർച്ചനയും ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തെത്തിയതിനു ശേഷം ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ ആരായാലും ആ അങ്കിൾ ഒരു ഹീറോ ആണ്, ആ അങ്കിളിനെ അമ്മയ്ക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ലല്ലോ അമ്മയെന്ന് ചിന്നു അങ്ങനെ പറയുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം അർച്ചനയാണെങ്കിൽ പെൺകുട്ടി കൊടുത്ത വിസിറ്റിംഗ് കാർഡ് എടുത്ത് അങ്ങനെ നോക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.